ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് ഗേറ്റ് അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. നവജാത ശിശുവിന് ഗുരുതരമായ വൈകല്യം കണ്ടെത്തിയ സംഭവത്തിൽ ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. അത് സ്കാനിങ്ങിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം നേരത്തെ അറിയിച്ചില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. ലീഗിൻ്റെ അടക്കം പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 4 ഡോക്ടേഴ്സിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം കൂടി ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത്. പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഗേറ്റ് അടച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ? എന്താണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്? പോലീസ് സ്വീകരിക്കുന്ന സമീപനം എങ്ങനെ? ടി കെ റീജിത്ത്, മുസ്ലിം ലീഗിന്റെ STPയുടെയും പ്രതിഷേധത്തിന് ശേഷമാണ് പോലീസ് ഗേറ്റ് അടച്ച് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ഇതിന് മുൻപിൽ കുത്തിയിരുന്നും കിടന്നും പ്രതിഷേധിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുത്തിയിരുന്നും കിടന്നുമാണ് പ്രതിഷേധിക്കുന്നത്. നിരന്തരമായി ഈ ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുത്തിയിരുന്നും കിടന്നുമാണ് പ്രതിഷേധിക്കുന്നത്. നിരന്തരമായി ഈ ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ, അനാസ്ഥകളൊക്കെ തന്നെ ഉണ്ടാകുന്നു. അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അന്വേഷണ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കാണാറില്ല എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടെ 31-കാരി ആശ ശരത്ത് ഇവിടെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകുന്നു. അതിനകത്ത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞിന് വൈകല്യത്തോടുകൂടി ജനിക്കുന്നത്. 9 മാസവും ചികിത്സ നടത്തിയത് വനിതാ ശിശു ആശുപത്രിയിൽ തന്നെയാണ്. ഇവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിരുന്നു. ഇവർ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെ 2 സ്വകാര്യ ലാബുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ പക്ഷേ ഇത്തരത്തിലുള്ള വൈകല്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഇവിടെ അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസിൽ നൽകിയ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് നിലവിൽ ഈ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ MLA-മാരടക്കം ഉണ്ടായിരുന്ന യോഗത്തിൽ നിലവിൽ ആലപ്പുഴ DMO ജമുന വർഗീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിഭാഗം ഡയറക്ടർ ഇത് സംബന്ധിച്ച് DMOയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായ റിപ്പോർട്ട് ഈ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വാങ്ങിയ ശേഷമാണ് നിലവിൽ പ്രത്യേക ഒരു സമിതി കൂടി രൂപീകരിച്ച ശേഷം ആ തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രതിഷേധ പരിപാടി ഇവിടെ പുരോഗമിക്കുകയാണ്. റീജിത്ത്, ശരി. ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്. ആശുപത്രിക്കെതിരെ തുടർച്ചയായി ഉയർന്നു വരുന്ന ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, അതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം, ഏറ്റവും ഒടുവിലായി ഉയർന്നു വന്ന നവജാത ശിശുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ ആ കുട്ടിയുടെ തുടർ ചികിത്സകൾ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്.